അപ്പം എല്ലാവർക്കും മെറി ക്രിസ്മസ്. അത് വെച്ച് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച്. ആക്ച്വലി ഒരുപാട് അമ്മമാർ സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമാണത്. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരൻസിനോട് ചോദിച്ചു, ലൈക്ക് ഒരുപാട് മദേഴ്സ് എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും മിക്സഡ് ആയിട്ടുള്ള കുറേ അഭിപ്രായങ്ങളായിരുന്നു എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ കുഞ്ഞുമായിട്ട് വേറെ ഒരു ബോണ്ടാണ് ഉണ്ടാകുന്നത്. അതൊരു ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ അറ്റാച്ചായി പോകും. അപ്പം അത് ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് അതിൽ നിന്നൊരു സെപ്പറേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. അപ്പം പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ ഹെൽത്ത് അനുസരിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഓബ്വിയസ്ലി അതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര പാടായിരുന്നു, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ വെച്ച് ചോദിച്ചു തുടങ്ങി, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുഞ്ഞിനെ ഞാൻ ഇതുപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് ഉറക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് മാത്രമേ ഉറങ്ങത്തുള്ളായിരുന്നു. എന്നാൽ എൻ്റെ അടുത്ത് മാത്രമേ ഉറങ്ങി ശീലിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പ്രീ സ്കൂളിൽ വിട്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ ഉച്ച കഴിഞ്ഞ് അവർ ഉറക്കും. അപ്പം എനിക്ക് തോന്നി, എൻ്റെ അടുത്ത് മാത്രം കിടന്ന് ഉറങ്ങി ശീലിച്ചിട്ട് അവിടെ ഉറങ്ങുമോ ഇല്ലയോ, നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഉറങ്ങിത്തുടങ്ങുമോ, അത് എങ്ങനായിരിക്കും, എന്തായിരിക്കും പറയുന്നത്, ഇനി അമ്മ വേണമെന്ന് പറയുമോ അല്ലെ പാല് വേണമെന്ന് പറയുമോ, എനിക്കറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യുമെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നൊരു ഇത് വന്നത് കേട്ടോ. കാരണം എനിക്ക് ഗ്രാജ്വലി സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ കുഞ്ഞവിടെ സ്കൂളിൽ ഉറങ്ങുകയുള്ളൂ. എൻ്റെ അടുത്തുനിന്ന് പതുക്കെ ഉറങ്ങി ശീലിക്കുന്നത് മാറ്റിയാൽ മാത്രമേ അവിടെ ഉറങ്ങുള്ളതുള്ളത് എനിക്ക് മനസ്സിലായി. സോ അതായിരുന്നു എൻ്റെ മേജർ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ മെയിനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ, എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നുള്ളത്, നിങ്ങൾ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു കൺസേൺ ആണ്. അത് എന്തൊക്കെയാണെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഈ മിൽക്ക് സെക്രീഷൻ നല്ല പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് പ്രൊഡക്ഷൻ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻഗോർജ് ആവും, അല്ലെങ്കിൽ കല്ലിക്കും. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. സോ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ആക്ച്വലി അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഗ്രാജ്വലി പ്രൊഡക്ഷൻ കുറഞ്ഞു വരുമായിരുന്നു. കാരണം കുട്ടിക്ക് 3 വയസ്സ് ആവുന്നതിന് എനിക്കത് 2.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ പ്ലാൻ ചെയ്തു തുടങ്ങി ഇതുപോലെ നിർത്തണം പതുക്കെ. പക്ഷേ ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്നതല്ല കേട്ടോ. നമ്മൾ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയാൽ മാത്രമേ നമുക്ക് പീസ്ഫുള്ളായിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ട്രോമയായി പോവും, കുഞ്ഞുങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഓൾ ഓഫ് സഡൻ ഒറ്റ ദിവസം കൊണ്ട് കുഞ്ഞ് വളരാൻ പോകുന്നില്ല. സോ ഗ്രാജ്വലി വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഗ്രാജ്വലി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണെന്നെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ എനിക്ക് എന്നെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ആയിരിക്കുമായിരുന്നു കുട്ടി ഉറങ്ങാൻ. അതെനിക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു, എന്നാലേ ഉറങ്ങുള്ളായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ റീസൺ സ്റ്റോപ്പ് ചെയ്യാനേ. അല്ലാതെ വേറെ ഒരു ഇതുമില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ എനിക്ക് മിൽക്ക് സെക്രീഷൻ കുറഞ്ഞു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടി എന്തോരം കുടിക്കുന്നു അതിനനുസരിച്ചാണ് മിൽക്കിൻ്റെ സെക്രീഷൻ നമുക്ക് ഉണ്ടാവുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പം ഞാനൊരു 2.5 വയസ്സായപ്പോഴേ ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോഴേ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഞാനൊരു 4 times in a day ആണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനത് ഗ്രാജ്വലി കുറച്ച് 3 times ആക്കി, പിന്നെ 2 times ആക്കി. അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നല്ല ഒറ്റയടിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ഗ്രാജ്വലി സ്റ്റോപ്പ് ചെയ്യുമ്പം നമ്മുടെയും ഈ സെക്രീഷൻ എന്ന് പറയുന്നത് പതുക്കെ കുറഞ്ഞു തുടങ്ങും. അങ്ങനെ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ. ഓക്കെ,
അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. എനിക്ക് ഇപ്പം ഈ പറയുന്ന പോലെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. സോ ഞാനിങ്ങനെ ഗ്രാജ്വലി സ്റ്റോപ്പ് ചെയ്ത് വരുമായിരുന്നു. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 4 ടൈംസ് എന്നുള്ളത് 3 ആക്കി, 3 എന്നുള്ളത് 2 ആക്കി, അങ്ങനെയായിരുന്നു ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 3 ആകുമ്പോൾ എന്തായാലും കുഞ്ഞിനെ സ്കൂളിൽ വിടണം എന്ന പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ 3 ആകുമ്പോഴത്തേക്ക് എനിക്ക് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതായിരുന്നു എൻ്റെ കൺസേൺ. അപ്പം ഞാൻ പിന്നെ അതുപോലെ പതുക്കെ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. എൻ്റെ കുഞ്ഞ് ഇച്ചിരി പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞിനോട് പതുക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, ബേബീസാണ് പാല് കുടിക്കുന്നത്, അമ്മയുടെ പാല് കുടിക്കുന്നത്. ടിയ ബിഗായി, ടിയ വേറെ മുമ്മുഖവിൻ്റെ പാല് കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ അപ്പ എല്ലാം ചായയും കോഫിയൊക്കെ കുടിക്കുന്ന പോലെ ടിയ മുമ്മുഖവിൻ്റെ പാലിൽ കുടിക്കണം, മുമ്മുഖവിൻ്റെ പാലാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞ് ടിയക്ക് മനസ്സിലായെന്ന് വെച്ചാൽ 2-3 നമ്മൾ ലുലുമോളിൽ പോയായിരുന്നു കേട്ടോ. 2-3 വട്ടം നമ്മൾ ഈ ബേബി കെയറിനകത്ത് പോയി നാപ്പിയൊക്കെ മാറാൻ നേരത്ത് പോകുമായിരുന്നു. അപ്പം കുഞ്ഞ് ബേബീസ് ഇങ്ങനെ മദേഴ്സ് ഫീഡ് ചെയ്യുന്ന കാണുമ്പോൾ ഇങ്ങനെ പറയാം, അമ്മ പറഞ്ഞായിരുന്നു കുഞ്ഞ് ബേബീസ് അമ്മയുടെ പാല് കുടിക്കുന്നത് കണ്ടു, കുഞ്ഞ് ബേബി അമ്മ പാല് കുടിക്കുന്നത്, അങ്ങനെ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഫീഡാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അത് തന്നെ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ടൈംസ് കുറയ്ക്കും. പിന്നെ ഇതുപോലെ പാല് വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ കക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏറ്റവും ചെയ്യാൻ താല്പര്യമുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയും. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത് ഡൈവേർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആ ഗെയിം കളിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ. എന്താ ഈ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിപ്പോൾ പാല് വേണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുക, അല്ലെങ്കിൽ ഒരു ഗെയിമിങ് അല്ലെങ്കിൽ ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി അതങ്ങ് മറക്കും. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി. പിന്നെ ഗ്രാജ്വലി ഞാൻ ഇതുപോലെ പറഞ്ഞു, കുട്ടി ഇതുപോലെ നമ്മൾ പാലിനി ടിയമ്മ കുടിക്കാൻ പാടില്ല, പാല് കുടിച്ചു കഴിഞ്ഞാൽ ടിയ ബിഗ് ആവത്തില്ല, പാല് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാവത്തേ ഉള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ എന്ന രീതിയിൽ മനസ്സിലാക്കും കേട്ടോ. പിന്നെ മെയിൻ തിങ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്ന, കുട്ടിക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ കുഞ്ഞിന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും പാടില്ല കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ പാടില്ല. ബിക്കോസ് ഇവർക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ പനി എന്തെങ്കിലും വരുന്ന സമയത്ത് അവർ ഫുഡ് വേറെ ഒന്നും കഴിക്കത്തില്ല. ആ ഒരു സമയത്ത് ഫുഡൊന്നും കഴിക്കാതെ വരുമ്പോഴത്തേക്കിനും അവർ കംപ്ലീറ്റ്ലി ഈ പാലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് ഒന്നും തന്നെ കഴിക്കാൻ താല്പര്യം കാണത്തില്ല. അന്നേരം നമുക്ക് ഫീഡ് ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ വീൻ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യുക. അതുപോലെ ട്രാവൽ ഇല്ലാത്ത സമയത്ത്, നിങ്ങൾക്ക് ലോങ് ട്രാവൽ അല്ല എവിടെയെങ്കിലും പോകേണ്ട അതുപോലത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് കാറിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുത്തി നിങ്ങൾ ഫീഡ് ചെയ്ത് ശീലിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ട്രാവലിംഗ് ടൈം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യുക. ലൈക്ക് പ്ലാൻ ഉണ്ട്, ട്രാവൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വീൻ ഓഫ് ചെയ്യുന്ന പ്ലാൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെ സ്ലോ വീനിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ടൈംസ് ആണെങ്കിൽ അത് 3 ടൈംസ് ആക്കുക, 2 ടൈംസ് ആക്കുക. പിന്നെ ഉള്ളതാണ് കുറച്ച് ക്രൂഷ്യൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞിന് കൊടുക്കുന്ന ആൾട്ടർനേറ്റീവ് മിൽക്ക്. ഇപ്പം ഞാൻ ആക്ച്വലി കുഞ്ഞിൻ്റെ സ്കൂളിൽ തിരക്കിയപ്പം കുഞ്ഞിന് രാവിലെ സ്കൂളിൽ പാലും ബൂസ്റ്റ് ഓർ ബോൺവീറ്റ വിത്ത് കുക്കീസ് അങ്ങനെ എന്തെങ്കിലും അവർ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അത് ശീലിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ അതുപോലെ തന്നെ വീട്ടിൽ ബൂസ്റ്റ് കൊടുത്തു തുടങ്ങി, ബൂസ്റ്റൊക്കെ കൊടുത്ത് തുടങ്ങിയത്. അപ്പം ഗ്രാജ്വലി ഇഷ്ടപ്പെടാൻ തുടങ്ങി, ആ മിൽക്കും ബൂസ്റ്റും അങ്ങനെ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ ഒരു നേരം മാത്രം കൊടുത്തുകൊണ്ടിരുന്നത് രാത്രിയിലും കൊടുത്തു തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ മറ്റേ ഫീഡ് 4 ടൈംസ് എന്നുള്ളത് 3 ടൈംസ് ആയേ. ആ സമയത്താണ് ഞാൻ ഈ ഓൾട്ടർനേറ്റീവ് മിൽക്ക് മോർണിംഗ് ആൻഡ് നൈറ്റ് ആക്കിയത്. അതുപോലെ മറ്റേത് 3 ടൈംസ് എന്നുള്ളത് 2 ടൈംസ് ആക്കിയപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിന് രാവിലെ കൊടുക്കും, പിന്നെ വൈകിട്ടും കൊടുക്കും, രാത്രിയിലും കൊടുക്കും. അങ്ങനെ 3 ടൈംസ് ഓൾട്ടർനേറ്റീവ് മിൽക്ക് ആക്കി. അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ മറ്റേത് ഗ്രാജ്വലി ഇങ്ങനെ കുറച്ചാലും പ്രശ്നമില്ല. സോ പിന്നെ ഫൈനലി എനിക്ക് വന്നു കഴിഞ്ഞപ്പം അങ്ങനെ നമ്മൾ പിന്നെ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അന്നേരം ലൈക്ക് പെട്ടെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർ കരയുമ്പോഴത്തേക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി ബ്രേക്ക് ആയിപ്പോകും.
നമുക്കും ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. നമുക്ക് എന്ത് ചെയ്യാനും നമുക്ക് ഒരു മാർഗ്ഗവും ഇല്ലാതെ വരുമ്പോൾ വീണ്ടും കൊടുത്തു തുടങ്ങും. അങ്ങനെ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതുപോലെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് പാല് കുടിച്ചുറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഇതുപോലെ കുഞ്ഞിനെ ഒന്ന് കിടത്തി ശീലിപ്പിക്കണം, എൻ്റെ അടുത്ത് മാത്രം കിടന്നു കഴിഞ്ഞാൽ ഷി മൈ ഡിമാൻഡ് എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങനെ ശീലിപ്പിച്ച് അങ്ങനെ പതുക്കെ ആൾ ഉറങ്ങുകയും ചെയ്തു കേട്ടോ. പാല് കുടിക്കാതെ തന്നെ ഉറങ്ങി. ബിക്കോസ് ഷീ അണ്ടർസ്റ്റുഡ്. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇതുപോലെ ബിഗ് ആവണമെങ്കിൽ മറ്റേ മിൽക്കാണ് കുടിക്കേണ്ടത്, ഈ മിൽക്കല്ല, ഈ മിൽക്ക് കുഞ്ഞ് ബേബീസിനാണ് ഞാൻ പറയുമെന്ന് നേരത്തെ അറിയാം. അപ്പം പിന്നെ അത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അമ്മ പറഞ്ഞായിരുന്നല്ലോ, അമ്മ ടിയയ്ക്ക് പാല് കുടിക്കാൻ പറ്റത്തില്ല അല്ലേ, ടിയ ബിഗ് ആവുമല്ലേ, ടിയയ്ക്ക് പല്ലൊക്കെ ഉണ്ട്, ടിയ ബിഗ് ആവുമല്ലേ, ടിയയ്ക്ക് 3 ആവാൻ പോവുക, അപ്പോൾ ടിയ ഇനി മൂമുഖവൻ്റെ മിൽക്കാണ് കുടിക്കേണ്ടത്, ബേബീസാണ് അമ്മയുടെ മിൽക്ക് കുടിക്കുന്നത് അല്ലേ അമ്മ എന്ന് തന്നെ ഇങ്ങോട്ട് പറയും. എനിക്കപ്പോൾ മനസ്സിലാവും, അപ്പോൾ കക്ഷി ഡിമാൻഡ് ചെയ്യുന്നതാണ് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കി എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കുമെന്ന് പറയും. അപ്പോൾ ഉറങ്ങും. ചില സമയങ്ങളിൽ അങ്ങനെ ഗ്രാജുവലി പിന്നെ ആൾക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഉറക്കത്തിൽ എനിക്ക് തോന്നുന്നു ഹാർഡ്ലി 3 or 4 days രാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ ചോദിക്കും, അമ്മ പാല് വേണോ, അമ്മ പാല് തരുമോ അമ്മ, അങ്ങനെ ചോദിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ പറയും, ഇല്ല കൂട്ടാ, പാല് കുടിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയാണ്. അങ്ങനെ രാത്രി ഉറക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഷീ അണ്ടർസ്റ്റുഡ്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ 2-3 വട്ടം രാത്രി ചോദിച്ച പിന്നെ ഇന്നേ വരെ ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ. പാലിനെക്കുറിച്ച് സംസാരിച്ചിട്ടും ഇല്ല, ലൈക്ക് എൻ്റെ മിൽക്കിൻ്റെ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല, ആൾ ചോദിച്ചിട്ടും ഇല്ല. ഷീ റെഡിലി ടുക്ക് ഇറ്റ് അപ്പ്. ആ ഒരു ടൈപ്പായിരുന്നു. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പം എനിക്ക് ആക്ച്വലി അതൊരു ഇമോഷണൽ ഒരു ഫേസ് ആയിരിക്കും, അത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ടൈം ആയിരിക്കും എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര എളുപ്പമായി. അപ്പം ഞാനിതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ടൈപ്പ് ആയിരുന്നു. ലൈക്ക് നമ്മളെന്ത് പറഞ്ഞാലും മനസ്സിലാക്കുന്ന ഒരു ടൈപ്പാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ അങ്ങനെ മനസ്സിലാക്കണമെന്ന് ഇല്ല. സോ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രീ സ്കൂളിൽ വിടണം, അവിടെ ഉറങ്ങണം, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനു വേണ്ടിയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അല്ലെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ മദേഴ്സിൻ്റെ ഹെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് ഒരു 5-6 months അഹെഡായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പീസ്ഫുള്ളി വീൻ ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പം അതായിരുന്നു ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യമേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ലൈക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക? കാരണം ഞാൻ ഒരിക്കലും 3 വയസ്സാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ 2 വയസ്സാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, അതൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇപ്പം ഒത്തിരി ഡോക്ടേഴ്സ് പറയുന്നത് എത്ര ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, എത്ര പാല് കുട്ടികൾ കുടിക്കുന്നു അത്ര നല്ലതാണെന്നാണ് പറയുന്നത്. ബട്ട് ഓരോരുത്തർക്കും ഓരോ നീഡുണ്ടല്ലോ. നമുക്കിപ്പോൾ ഓരോരോ എന്താ പറയുക, നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ്, ഓരോ നീഡ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മുടെ കുട്ടിയെ നമുക്ക് അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് കൊണ്ടുവരണം, അല്ലേ, അഡാപ്റ്റ് ചെയ്യണം നമ്മുടെ ഇതനുസരിച്ച്. അപ്പോൾ ആ ഒരു രീതി വരുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത് ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു തുടങ്ങിയപ്പോഴത്തേക്കാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം അവിടെ ഉറങ്ങണം എന്ന് വന്ന സമയത്താണ് ഞാനിത് തിങ്ക് ചെയ്തത്, ഓക്കെ ഫൈൻ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഞാൻ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു ഫീഡ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഇപ്പോൾ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കാറില്ല. അപ്പം കഴിഞ്ഞ ഒരിടയ്ക്ക് എൻ്റെ കാൽഷ്യം ടാബ്ലറ്റ് കഴിഞ്ഞാൽ കണ്ടാൽ ടിയയ്ക്ക് അറിയാം. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, അമ്മ ഇപ്പോൾ കാൽഷ്യം കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതാണെന്ന് എന്താ എനിക്ക് അറിയത്തില്ല കേട്ടോ, ആയിരിക്കണം, കാരണം ഞാൻ പഠിപ്പിക്കുന്നതല്ല ഇവിടെ വീട്ടിൽ. കാൽഷ്യം മിൽക്കിലുണ്ടെന്നും മിൽക്ക് കുടിച്ചാൽ കാൽഷ്യം നമ്മുടെ ബോണിന് നല്ലതാണെന്ന് എല്ലാം ടിയ പറയും. സ്കൂളിൽ നിന്ന് പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഓർ സം എഡ്യൂക്കേഷണൽ വീഡിയോസ് കണ്ടതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അപ്പം കഴിഞ്ഞിടയ്ക്ക് എന്നോട് ചോദിച്ചു, അമ്മ കാൽഷ്യം കഴിക്കാറില്ലേ, അമ്മ ഇപ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നില്ലേ, കാൽഷ്യം കഴിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല കുട്ടാ, അമ്മ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ, അമ്മ ഇപ്പോൾ ഫീഡ് ചെയ്യുന്നില്ലല്ലോ കുഞ്ഞിനെ, അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ കാൽഷ്യം ബോണിന് നല്ലതാണമ്മ, ടിയ പറയുന്ന ബോണങ്ങ് വളരെ കാൽഷ്യം
കൂടിക്കഴിഞ്ഞാലെന്നാണ് ടിയ പറയുന്നത്. അപ്പോൾ അവരുടെ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ തന്നെ പറയുന്നുണ്ട് പാലിൽ കാൽഷ്യം ഉണ്ടമ്മ. പിന്നെ എന്നോട് പറഞ്ഞു മിസ്സ് പറഞ്ഞു പാലിൽ കാൽഷ്യം ഉണ്ട്, പാല് കുടിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഹൈ ഡിമാൻഡായി പാലിന്, ലൈക്ക് ദ വൺ വിച്ച് ഐ വാസ് ഗിവിങ്, ലൈക്ക് എന്താ ബൂസ്റ്റ് അങ്ങനത്തെ ഇത് കേട്ടോ. പിന്നെ എപ്പോഴും ഒക്കെ വീട്ടിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പാല് ചോദിക്കും, കൊടുക്കും. എപ്പോഴൊക്കെ ചോദിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. ലൈക്ക് വയ്യാതെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ സമയത്ത്, ഫുഡ് കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വയ്യാതെ വരുന്ന സമയത്തെ ഓൾട്ടർനേറ്റീവ് ഫുഡ് ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് പേരൻസ് ബുദ്ധിമുട്ടാറുണ്ട്, കാരണം അവർ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ടിയ ആണെങ്കിൽ പോലും ഒരാഴ്ച സ്കൂളിൽ പോയാൽ നെക്സ്റ്റ് വീക്ക് കിടപ്പാം, പനി അല്ലെങ്കിൽ കോൾഡ് എന്തെങ്കിലും കൊണ്ടുവരും. സോ സ്കൂളിലാണെങ്കിലും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കുട്ടികൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ കൊച്ചിന് വയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം കുഞ്ഞിനെ സ്കൂളിൽ വിടാതിരിക്കുക. കാരണം അവർ ബാക്കിയുള്ള കുട്ടികൾക്കും സ്പ്രെഡ് ആകും. കാരണം മെയിൻ തിങ് ഈ പ്രീ സ്കൂളിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ഷെയർ ചെയ്താണ്, എല്ലാ സാധനങ്ങളും ഷെയർ ചെയ്താണ് കളിക്കുന്നത്. അപ്പം വായിൽ വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷെയർ ചെയ്തൊക്കെ കളിക്കുമ്പോൾ കൈ പിടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവരെപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മീറ്റിങ്സും കാര്യങ്ങളും വരുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞിന് വയ്യാന്നുണ്ടെങ്കിൽ മാക്സിമം സ്കൂളിൽ വിടാതിരിക്കുക, ദാറ്റ് വിൽ ഹെൽപ്പ് എന്ന രീതി പറയാറുണ്ട്. അപ്പം ഇവിടെ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച പോവാണ്, ഒരാഴ്ച പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വർക്കിംഗ് അല്ലേന്ന്. ഞാൻ ആക്ച്വലി വർക്കിംഗ് ആയിരുന്നു. ലൈക്ക് മെറ്റേണിറ്റി എടുത്തിട്ട് ഞാൻ റീജോയിൻ ചെയ്തിട്ട് എനിക്കൊന്നൊരു 6-7 months ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി തന്നെ ഞാൻ ബ്രേക്ക് എടുത്തതാണ്. ബ്രേക്ക് ആസ് ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ കുഞ്ഞിനെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ റീജോയിൻ ചെയ്യാം എന്ന പ്ലാനിൽ ഞാൻ റിസൈൻ ചെയ്തതാണ്. കാരണം കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രിയ വർക്കിംഗ് അല്ലേ? കാരണം എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസിനകത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങൾ, ലൈക്ക് വർക്കിംഗ് ഓപ്ഷൻ്റെ കാര്യമൊന്നും അതിനകത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഞാൻ ഇപ്പോൾ ബ്രേക്ക് എടുത്തേക്കാണ്. കുഞ്ഞിനെ നോക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. ഇപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഗോയിങ് സ്കൂൾ. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രശ്നം, ഓഗസ്റ്റിൽ വിട്ടതാട്ടോ. നമ്മൾ ജൂണിൽ വിടാത്തതിൻ്റെ കാരണം എല്ലാവരും പറഞ്ഞു ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചു. പക്ഷേ ജൂണിൽ വിട്ട് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് ഒരു സ്പ്രെഡും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ജൂണിൽ വിടണ്ടാകും. അതുകൊണ്ട് ജൂൺ ജൂലൈ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഓഗസ്റ്റിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താ സംഭവിച്ചതെന്നറിയാം, ഓഗസ്റ്റ് മുതൽ ഇപ്പം വരെ തുരുതുരാ വെക്കേഷനാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ പോക്കെന്ന് പറയുന്നത് ഇതുവരെ പ്രോപ്പറായിട്ട് ഹാർഡ്ലി ഒരാഴ്ച എങ്ങാണ്ട് ഏതോ ഒരു മന്ത് പോയെന്നല്ലാതെ ആ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. അത് കാരണം ആൾക്ക് രാവിലെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇപ്പം ഞാനിങ്ങനെ വെച്ചാൽ ഞാനും കൂടെ രാവിലെ പോവും, കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരും, അങ്ങനെയാണ്. പിന്നെ ഈവനിങ് പിക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവരാണ്. സോ അതെനിക്കൊരു ഡിഫിക്കൽട്ട് ഒരു പോയിൻ്റാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് പ്ലീസ് പോർ ഇൻ മോർ സജഷൻസ്. ഈ പറഞ്ഞതുപോലെ അതെങ്ങനെയാണ് ഒന്ന് ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് ആ സിറ്റുവേഷൻ കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ഞാൻ പേളിയുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. പേളിയുടെ വീഡിയോസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ആസ് ഇൻ ഏതാണെന്നറിയോ, നിലയുടെ മൂത്ത കൊച്ചിൻ്റെ അറൈവൽ വീഡിയോ ഒക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, എൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത വീഡിയോസാണ്. അതുമുതൽ ഞാനിങ്ങനെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി പേരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതിനകത്തെങ്ങാണ് ഈ സ്കൂളിൽ വിടുമ്പം ലൈക്ക് എന്തെങ്കിലും ട്രിക്ക് ആൻഡ് ഹാക്സ് ഉണ്ടോ കുട്ടികളൊന്ന് നോർമലൈസ് ചെയ്യാൻ, അല്ലെ അതൊക്കെ ഞാനിങ്ങനെ കുറേ നോക്കുന്നുണ്ട്. എനിക്ക് കിട്ടാറില്ല അൺഫോർച്ചുനേറ്റ്ലി. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്യാം അല്ലെ ഇൻ്റർവ്യൂസ് എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്തായിരിക്കും അടുത്ത വെക്കേഷൻ വരുന്നത്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ വന്നു. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ജാൻ മുതൽ അറ്റ്ലീസ്റ്റ് ഫ്രം ജാൻ കണ്ടിന്യൂറ്റി കിട്ടും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വേണം ഞാൻ ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് വീൻ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് മദർ ആണെന്നുണ്ടെങ്കിൽ, ട്രൈ ദീസ്
സ്റ്റെപ്സ് നിങ്ങൾക്ക് പീസ്ഫുള്ളി വീൻ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് അവേർഷൻ മെത്തേഡ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറേ ഡോക്ടേഴ്സ് അവേർഷൻ മെത്തേഡ്സ് ഒക്കെ പറയുന്നുണ്ട്. ലൈക്ക് നിങ്ങൾ നീം ഓയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആലോവേറ അപ്ലൈ ചെയ്യുക. നമ്മൾ നിപ്പിളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ സക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കിന് ആ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. ബട്ട് ഞാൻ ആക്ച്വലി എന്താണെന്ന് അറിയാം, ഒരു പ്രാവശ്യം ഞാൻ വേറെ ഈ പറയുന്ന ഒന്നുമല്ല കേട്ടോ അപ്ലൈ ചെയ്തത്. ഞാൻ ആളുടെ മറ്റേ പാരസെറ്റമോൾ, അതാണ് എനിക്ക് കിട്ടിയത്. കാൽപോൾ ഉണ്ടല്ലോ സിറപ്പ്, അത് ഇച്ചിരി ഞാൻ എടുത്തിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഇത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യ, അമ്മ മരുന്ന് തേച്ചേക്കുവാന്ന് ഞാൻ പറഞ്ഞു. മരുന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കുവാന്ന് പറഞ്ഞു. ആൾ മണപ്പിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ഇത് ടീയുടെ മരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വർക്കായില്ല. ആക്ച്വലി ടീയുടെ മരുന്നില്ലേ, അത് കുഴപ്പമില്ല അമ്മ, അത് ഇച്ചിരി കഴിയുമ്പോൾ പൊക്കോളും, അന്നേരം അമ്മ ടീയ പാല് കുടിച്ചോളാം എന്ന് പറഞ്ഞു. സോ ആക്ച്വലി സ്പീക്കിംഗ് ഈ അവേർഷൻ മെത്തേഡ് എനിക്ക് വർക്കായില്ല. നിങ്ങൾക്ക് വർക്കായാൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഞാൻ പിന്നെ ഈ നീം ഓയിൽ അതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. ഐ ഡോണ്ട് വാണ്ട് മൈ ബേബി ടു ടേക്ക് നീം ഓയിൽ വിത്ത് മൗത്ത് ആൻഡ് ഓൾസോ. എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ആലോവേറ ആണെങ്കിലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. സോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഫ് ഇറ്റ് വർക്ക്സ് ഇറ്റ്സ് ഗുഡ്, റൈറ്റ്? സോ these are the steps which I followed to completely wean off breastfeeding. ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എങ്ങനെയത് പിന്നെ ചോദിച്ചിട്ടേ ഇല്ല. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആണ്. ആ ഒരു ചിന്തയെ ആൾക്ക് വന്നിട്ടില്ല, ചോദിച്ചിട്ടേ ഇല്ല. ഷീ കംപ്ലീറ്റ്ലി ഫൊഗോട്ട് ആണോ, അതിനി മനസ്സിൽ വരുന്നുണ്ടോ, ഇനി ഇത് റീകളക്ട് ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് നമ്മുടെ ഒരു എൻഡ് പോയിന്റിലേക്ക് നമ്മളെ എത്തിച്ചു. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഫൈൻ, റൈറ്റ്? അപ്പം ഇതാണ് എൻ്റെ വേ ഓഫ് സ്റ്റോപ്പിംഗ് ബ്രസ്റ്റ് ഫീഡിങ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നോ, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളോ, എന്തെങ്കിലുമൊക്കെ സജഷൻസോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, പറയുക. എന്തെങ്കിലും ഞാൻ വഴി കണ്ടൻറ്റ് കൊണ്ടുവരണം, ഞാൻ വഴി എന്തെങ്കിലും പറയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ ഐ എം റെഡി ടു സ്പീക്ക്. ഐ വർക്ക് ഓൺ ഇറ്റ്, ഐ റെഡി ടു സ്പീക്ക്. അപ്പം അതും പറയുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ബിഗ് താങ്ക്സ്. എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നവർക്ക് ബിഗ് താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പിന്നെ ഈയിടെയായിട്ട് ചെറിയ മറ്റേ ഹെൽത്ത് ഡ്രിങ്കുമായിട്ടൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് ഡ്രിങ്കും പിന്നെ വെയിറ്റ് ലോസ് ഇതൊക്കെ ആയിട്ട്. അത് എനിക്കല്ല കേട്ടോ. അപ്പോൾ അത് മെയിൻ കാര്യം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞേക്കാം. ഞാൻ വെയിറ്റ് ലോസ് എനിക്ക് വേണ്ടിയല്ല, എന്നെ കണ്ടാലറിയാലോ ഞാൻ ഓൾറെഡി വെയിറ്റ് ലൂസായി ഇരിക്കുകയാണ് കുഞ്ഞിൻ്റെ പുറകെയുള്ള ഓട്ടം കാരണം. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി എന്നെപ്പോലെയല്ല, ഹൈറ്റും ഉണ്ട് വെയിറ്റും ഉണ്ട്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്, എനിക്ക് ഹൈറ്റും ഇല്ല വെയിറ്റും ഇല്ല. സോ ആൾക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റിൻ്റെ ഇഷ്യൂസ് വരുമ്പം ഞാൻ അതുപോലെ ചെറിയ രീതിയിൽ ഓരോന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. സോ അത് ഞാൻ എൻ്റെ ചാനലിൽ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. നിങ്ങൾക്ക് വലിയ വീഡിയോസ് വേണമെങ്കിൽ പറയുക, ഞാൻ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So thank you so much for supporting me till now. Please continue to do so. Till then, bye bye. Take care.